നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മദ്യനയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പിടിമുറുക്കുകയാണ്. സർക്കാരിന്റെ പക്ഷത്തു നിന്നും അനുകൂലമായ തീരുമാനം നേടിയെടുക്കുന്നതിനായി പണമിടപാടുകൾ നടത്താനുള്ള ബാർ ഉടമകളുടെ സംസ്ഥാന നേതാവിന്റെ ശബ്ദരേഖ ചോർന്നതിന് പിന്നാലെ പല അണിയറ ഇടപാടുകളും പുറത്തു വന്നേക്കാം എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇത്തവണ പണപ്പിരിവ് നൽകാൻ ബാർ ഉടമകൾ പലരും തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയാൽ പല ഉള്ളുകള്ളികളും പുറത്തു വന്നേക്കാം. IT പാർക്കുകളിൽ ബാറോ പബ്ബോ അനുവദിക്കുക, 1-ാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കുക, പ്രവർത്തന സമയം കൂട്ടുക എന്നിവയാണ് ഇപ്പോഴത്തെ ഭേദഗതിയിലൂടെ പ്രധാനമായും ബാർ ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ IT പാർക്കുകളിൽ ബാർ അനുവദിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ ലക്ഷ്യമെന്നും ബാക്കിയുള്ളതെല്ലാം വ്യാപകമായ പണപ്പിരിവിനെ മുന്നിൽ കണ്ടുവച്ചിരിക്കുന്ന തന്ത്രങ്ങളാണെന്നുമാണ് ഭൂരിപക്ഷം വരുന്ന ബാർ ഉടമകളും കരുതുന്നത്. സർക്കാരിലെയും പാർട്ടിയിലെയും വേണ്ടപ്പെട്ടവരെ സ്വന്തം കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്നത് പതിവാക്കിയ സംഘടനയുടെ തലപ്പത്തുള്ള ചിലരെയാണ് ഇക്കാര്യത്തിൽ ബാർ ഉടമകൾ സംശയിക്കുന്നതും. സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന IT പാർക്കുകളിൽ മദ്യമെത്തിക്കുന്ന കാര്യത്തിലായാലും പരിമിതമായ എണ്ണം മാത്രമേ തുറക്കാനും സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ചിലർക്ക് മാത്രമാണ് ഗുണമുണ്ടാകുന്നത്. അതിനായി എല്ലാവരും ചേർന്ന് പിരിവെടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ബാർ ഉടമകളുടെ സംഘടനകളിലെ പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഇപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾക്ക് തുല്യമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ 3 ലക്ഷം രൂപ വീതം 700 ബാറുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. ആകെ പിരിഞ്ഞു കിട്ടിയ 21 കോടിയിൽ എത്ര തുക ഈ പറഞ്ഞ കാര്യത്തിന് വിനിയോഗിച്ചു എന്നതിന്റെ കണക്ക് ആർക്കും വ്യക്തമല്ല. ഇതിന്റെ കണക്ക് ചോദിച്ചവരുടെ ബാറുകളിൽ എക്സൈസ് പരിശോധനകൾ നടത്തുകയും ചിലയിടങ്ങളിൽ കടുത്ത നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർക്ക് സർക്കാരിലും വകുപ്പിലുമുള്ള ബന്ധങ്ങളുടെ ഫലമാണിതെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് പലരും. അതുകൊണ്ടാണ് ഇനിയും വഞ്ചിക്കപ്പെടാനാവില്ല എന്ന തീരുമാനത്തിൽ ഇത്തവണ ബാർ ഉടമകളിൽ പലരും നിൽക്കുന്നതും. ബാർ ഉടമകൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പിരിവ് നടത്താനായി കൂടുതൽ സമ്മർദ്ദം തങ്ങൾക്ക് മേൽ ഉണ്ടാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അങ്ങനെ സമ്മർദ്ദത്തിലായാൽ പലതും പുറത്തു വന്നേക്കാമെന്ന ഭയം സർക്കാരിന് ഉണ്ടാവണമെന്നും പലരും കരുതുന്നുണ്ട്. ആസ്ഥാന മന്ദിരം പണിയാനാണ് പണം പിരിച്ചതെന്ന വിശദീകരണം വിവാദം തണുപ്പിക്കാനുള്ള വെറും ശ്രമം മാത്രമാണ്.